ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇന്നിപ്പോൾ ഈദ് ഹോളിഡേയുടെ ലാസ്റ്റ് ഡേ ആണ്. ട്യൂസ്ഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആയിരുന്നു. 3 days ആയിരുന്നു ഹോളിഡേ. സാറ്റർഡേ ലീവ് ഉള്ളവർക്ക് സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അപ്പോൾ ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്. നാളെ മുതൽ അഗെയിൻ ബാക്ക് ടു വർക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ 3 ദിവസം ഞാൻ വീഡിയോസൊന്നും വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാവിലെ എണീറ്റിട്ടുണ്ട്. ഞാൻ ബെഡെല്ലാം ഇപ്പം വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ കുറച്ച് സാധനം അടുക്കിയ ബെഡിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റൂം കാണിക്കുന്നില്ല, ബെഡ് കാണിക്കുന്നില്ല. പിന്നെ കുറേ ഡ്രസ്സ് കഴുകാണ്ടായിരുന്നു. ഓഫീസിലെ പാൻസും ഷർട്ട്സും ഒന്നും കഴുകിയിട്ടുമില്ല, അയൺ ചെയ്യാൻ കൊടുത്തിട്ടുമില്ല. കുറച്ച് 2-3 ഡ്രസ്സ് അയൺ ചെയ്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു നാളത്തേക്ക്. പിന്നെ ഇന്ന് ഞാൻ പുറത്ത് പോയാലെന്ന് ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു സ്ഥലം സജസ്റ്റ് ചെയ്ത്, ഞാനത് ഇൻസ്റ്റയിലൊക്കെ റീലിൽ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെയുള്ള ദുബായിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകും. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ആ സ്ഥലത്തോട്ട് പോകും. ആ സ്ഥലം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ്. ഇപ്പം ഞാൻ ഡ്രസ്സ് കഴുകിയിട്ട് ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് സ്റ്റാൻഡ്. കാരണം അവിടെ ആകുമ്പോൾ വിൻഡോയുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് അങ്ങ് ഉണങ്ങുമല്ലോ വെയിലടിക്കുമ്പോൾ. കുറച്ച് ടൈമിനുള്ളിൽ ഉണങ്ങും. കാരണം അവിടെ ഞാൻ യൂഷ്വലി ഇത് ആ കോർണറിലാണ് വെക്കുന്നത്. അവിടെ ആകുമ്പോൾ 1-2 ദിവസമൊക്കെ, 2 ദിവസം വേണ്ട, ഒരു 2 ദിവസമൊക്കെ കിടക്കുമ്പോഴത്തേക്ക് ഉണങ്ങും. പിന്നെ ഇത് നാളെ ഇടാനുള്ള പാൻസും അതും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ചത്. അതെല്ലാം പെട്ടെന്ന് ഉണങ്ങുമല്ലോ. പിന്നെന്താ, ഈ 3 ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. എല്ലാ ഈദ് ഹോളിഡേക്കും എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമായിരുന്നു. പിന്നെ അന്നൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് സ്പേസ് നിൽക്കുമ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പം എല്ലാ വീക്കെൻഡും ഏത് ഹോളിഡേ വന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന്. പിന്നെ ഇപ്പം എല്ലാവരും ലൈഫിൽ ഓരോരോ സ്റ്റേജ് മുന്നോട്ട് പോകും തോറും ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാം പല കാര്യങ്ങളും ചേഞ്ചായി. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ വീഡിയോയിലെ. അപ്പോൾ എൻ്റെ കേസാണെങ്കിലും ഞാനിപ്പം ബെഡ് സ്പേസിൽ നിന്ന് മാറി ഫ്ലാറ്റ് എടുത്ത്. ഇപ്പം ഞാൻ അവിടെയാണ്, ഞാൻ ഈ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു 4 ഇയേഴ്സോളം, അറൗണ്ട് 3.5-4 ഇയേഴ്സോളം ഞാൻ ബെഡ് സ്പേസിലാണ്, ഷെയറിങ്ങിലാണ് നിന്നത്. അപ്പം അവിടെ നമുക്ക് പല കാര്യങ്ങളിലും ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു റൂം എടുത്ത്, പിന്നെ അതേപോലെ തന്നെ റൂം എടുത്ത് ഫുൾ റെൻറ്റ് ബെയർ ചെയ്യാൻ എനിക്ക് ഇപ്പോഴേ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇത് 2 BHK ആണ്. ഒരു റൂം ഞാൻ റെൻ്റ് ഔട്ട് ചെയ്തേക്കുവാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. പിന്നെ റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്ന ആൾക്കാരാണെങ്കിലും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഈദ് ഹോളിഡേ ഒന്നും പ്ലാൻ ചെയ്യാഞ്ഞതോ അല്ലെങ്കിൽ എവിടെയും പോകാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കാഞ്ഞതിൻ്റെ റീസൺ, ഈ ഹോളിഡേ ഫിക്സ്ഡ് അല്ലായിരുന്നു. ഇപ്പം സൺഡേ ആണെങ്കിൽ ട്യൂസ്ഡേ വരെ, മൺഡേ ആണെങ്കിൽ വെനസ്ഡേ വരെ. അപ്പം ഏത് ദിവസം വരുമോ നമുക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ എവിടെയെങ്കിലും പുറത്തോട്ട് ഒരു ട്രിപ്പ്, ജോർജിയ, അർമാനി അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചതിൻ്റെ റീസൺ, ഞാൻ ഈ മാസം, ഇതിപ്പം April 1 ഇന്ന് April 1, ഈ മാസം 20th ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ചധികം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടുന്ന ഒരു ട്രിപ്പാണ് നാട്ടിലോട്ട് പോകുന്നത്. ഒരു സ്ഥലം കാണാൻ ഒരു ട്രിപ്പ് പോകുന്നതിലും ഡബിൾ പൈസ നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് എക്സ്പെൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എവിടെയും പോകണ്ട. കാരണം ഇപ്പോൾ 20th വീണ്ടും എനിക്ക് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യണം. അതുകൊണ്ട് ഇനി വേറെ ട്രിപ്പൊന്നും ഇപ്പം പ്ലാൻ ചെയ്യണം. അടുത്തൊരു വെക്കേഷൻ വരുന്നുണ്ടല്ലോ, ജൂൺ, വലിയ പെരുന്നാളിൻ്റെ അന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. പിന്നെ ഇപ്പോൾ റൂമെല്ലാം സെറ്റായി, ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ ഇവിടെ ഇപ്പോൾ സെറ്റാണ്. ഞാൻ വീട്ടിലിരിക്കാൻ ഭയങ്കര ഇപ്പോൾ ഇഷ്ടമാണ്. അതൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോകുന്നുണ്ട്. ഈ ദിവസമാണ് ഇന്നെങ്കിലും ഒന്ന് പുറത്ത് പോകുന്നത്. ഇന്നലെ ഞാൻ പുറത്ത് പോയിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചായിട്ട് തലയിടയ്ക്ക് ഇങ്ങനെ തലകറക്കമൊക്കെ ഉണ്ട്. ബോഡിയിലുള്ള ഗസ്റ്റിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ എന്തൊക്കെയോ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ്, ഹീമോഗ്ലോബിൻ, പിന്നെ എന്തൊക്കെയോ കുറേ ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ എല്ലാം നോർമലാണ്. പക്ഷെ കൊളസ്ട്രോൾ കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു എക്സസൈസൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെന്താ, അപ്പോൾ ഇന്നലെ അതായിരുന്നു പരിപാടി. അത് ഞാൻ ഡെസേർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക്
ഡെസേർട്ട് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ മറ്റേ ഹാഫ് ഡെസേർട്ടിൽ പോയി. അത് കഴിഞ്ഞ് വന്ന് അത്രേ ഉള്ളായിരുന്നു. ഒന്നും ഒരു പരിപാടിയില്ലായിരുന്നു പ്രത്യേകിച്ച്. പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്നു. അതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എവിടെയെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു സ്ഥലത്ത് പോകാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോകാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാണ്. അപ്പം ബാക്കിയുള്ള കാര്യം കാണിച്ചത് എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കണം. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ലെറ്റ്സ് സീ മൈ ഡേ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. എന്നിട്ട് കുളിച്ച് റെഡിയായില്ല, കുളിച്ച് ഇനിയിപ്പം ഫുഡെല്ലാം ഒന്ന് സെറ്റാക്കണം. കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണം. അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ മേടിച്ച വാഴയില ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ബിരിയാണി വാഴയിലക്കകത്ത് വെച്ച് പൊതിഞ്ഞാലോ എന്ന്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അതിനകത്ത് എടുത്ത് വെച്ച് അതെല്ലാം പൊതിഞ്ഞതിന് ശേഷം കുറേ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എടുത്ത് കഴിച്ചത്. ഒരു 1 ഹവറോളം വെച്ചു ഞാൻ അതിന് ശേഷം കഴിച്ചത്. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഇത് പ്രോൺസ് ബിരിയാണി ആയിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. ഫ്ലൈറ്റ് പോകുന്നു. അങ്ങനെ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. സീത പച്ചപ്പാൻഡ് ഹരിതാപ്പം. ഇത് ദുബായ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് അലൈൻ. ഇത് ദുബായ് അല്ല എങ്കിൽ ഇത് മുള്ളുവേലി നമ്മുടെ നാട്ട്. ഇതിനകത്ത് വല്ലതും തൊട്ട് എറുത്തടിക്കുക എന്തോ. ഇപ്പം ഉള്ള സ്ഥലമാണ് അലൈൻ. അലൈനിൽ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അലൈനിലാണ്. ഇത്രയും ചൂടത്ത് ഈ ചൂട് ചായ കുടിക്കാൻ തലയ്ക്ക് വട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞല്ലേ ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നതെന്ന്. ആ സ്ഥലത്തിൻ്റെ പേരാണ് അലൈൻ ഒയാസിസ്. എനിക്ക് തോന്നി ഇവിടെയുള്ള എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കുറേ ഇൻസ്റ്റ റീൽസിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അലൈൻ ഒയാസിസ്. ഇറ്റ്സ് ലൈക്ക് എ മിനി കേരള. എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം അത്രയും പച്ചപ്പ് ഞാൻ ഇതുവരെ UAE ഇത്രയും പച്ചപ്പ് കണ്ടിട്ടില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്തുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത്. എനിക്കിതൊരു ഡേറ്റ്സ് ഫാം പോലെ തോന്നിയത്. എന്താണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ സ്റ്റോറി എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. പക്ഷെ അത് സുരക്ഷയില്ല, സൂപ്പർ സ്ഥലമായിരുന്നു. നാട്ടിലുള്ളതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഫുൾ പച്ചപ്പ്, ഹരിതാപം. കിളികളുടെ കളക്കളാനാദം കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങോട്ട് വന്നേ, ഇവിടെ നോക്ക്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവര് അതൊരു ഫുള്ള് വെള്ളം ഇടുമായിരിക്കും. ഇപ്പൊ സൂപ്പർ ആയിരിക്കും അല്ലേ? നല്ല രസമുണ്ടല്ലേ. നാട്ടിലൊരു കണ്ടം മാതിരിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കണ്ടോ, ഇതിൻ്റെ പേരെന്താ, കനാലല്ലേ, കനാലൊക്കെ സെറ്റാക്കി. പക്ഷെ അത് വെള്ളമില്ല. വെള്ളം കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു തന്നെ. ഇങ്ങനെ കുറേ വഴിയുണ്ട്, നമുക്കിങ്ങനെ നടക്കാം, കുറേ നടക്കാം. ഫുൾ മരങ്ങളാണ്. ഞാനിപ്പോൾ ഈ ഒരു ഏരിയ കുറേയൊക്കെ കവർ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഞാൻ നടന്ന് കവർ ചെയ്ത്. കുറേ സൈക്ലിംഗ് ഓപ്ഷൻസ്, വണ്ടിയിൽ കൊണ്ടുപോയി കാണിക്കുന്ന ഓപ്ഷൻസ്, അങ്ങനെ പല പല ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. വെള്ളം കണ്ടു. ഇത് നല്ല രസമുണ്ടല്ലേ എന്നിട്ട് വെള്ളം പോകുന്നത്. ആ വെള്ളത്തിനകത്ത് കാലിടാൻ തോന്നുന്നുണ്ട്, പക്ഷേ ദിസ് ഈസ് ക്ലോസ്ഡ്. $30, $32, $34. ഇതെന്താ ഞാൻ ആ നമ്പർ പറഞ്ഞിരുന്നല്ലേ, ഞാൻ വണ്ടിയുടെ ടയറിൻ്റെ പ്രഷർ എത്രയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. ഞാൻ കുറേ വീഡിയോസ് എടുത്തില്ല ആ ഒരു സ്ഥലത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ആ സ്ഥലം എൻജോയ് ചെയ്തു. കാരണം എപ്പോഴും എല്ലായിടം പോകുമ്പോൾ കുറേ വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും, പോരും. പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ ആ സ്ഥലം കണ്ടില്ലല്ലോ. കറക്റ്റായിട്ട് വീഡിയോസും ഫോട്ടോസും കൂടെയാണ് ഞാനും ആ സ്ഥലം കണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം
ഈ ഒരു സ്ഥലത്ത് പോയപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുത്തിട്ട് കുറേ സമയം ഞാൻ ആ സ്ഥലത്ത് സ്പെൻഡ് ചെയ്ത് അതിനുശേഷം തിരിച്ചു വന്നൊരു 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ റൂമിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് ഇത്രയും ഒരു ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം കുറച്ചായിട്ട് എവിടെയും പോകാറൊന്നുമില്ല, ഫുൾ റൂമിൽ തന്നെയാണ്. അപ്പം ഞാൻ നല്ല റെസ്റ്റ്ലെസ് ആയി. വന്നതിന് ശേഷം കുറേ നേരം കിടന്നു, റെസ്റ്റ് എടുത്തു. അതിനുശേഷമൊക്കെയാണ് പിന്നെ കുറേ ഫോണൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എണീറ്റത്. കുറച്ച് റെസ്റ്റ് ചെയ്ത് ക്ഷീണമായിപ്പോയി, കുറച്ച് ട്രാവൽ ചെയ്തില്ലേ, കുറേ നാളായി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. അപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഷവർമ മേടിച്ചിട്ട് വന്നു. ഷവർമ കഴിച്ചു. ഇപ്പം ഞാൻ പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിയ സീഡ് എടുത്ത് ഇട്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇനിയിപ്പം കിടന്നുറങ്ങണം. ഇവിടെ ബെഡ് കാണാൻ നോക്കും, ഫുൾ വൃത്തികേടാക്കിയിട്ടേക്കുവാണ്. ഞാൻ സാധാ റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ വെക്കുന്നത്. പക്ഷേ ഇന്ന് ഫുള്ള് ബിസി ആയിട്ട് എല്ലാം അങ്ങനെ വാരി വലിച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കണം. റൂമൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ ഈദ് ഹോളിഡേ ഒക്കെ കഴിഞ്ഞു. നാളെ മുതൽ വർക്കിംഗ് ആണ്, ബാക്ക് ടു വർക്കാണ്. അപ്പം നാളെ ഓഫീസിൽ പോകണം. അങ്ങനെ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് പോയി മുഖം കഴുകണം, എന്നിട്ട് കിടക്കണം. ടൈം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ബെഡെല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് വന്നിട്ടൊന്ന് കിടക്കണം. മേക്കപ്പ് ഇട്ടിട്ട് മുഖമൊന്നും കഴുകിയിട്ടില്ല, അതെല്ലാം കഴുകി കളയണം, വന്നിട്ട് കിടക്കണം. ഞാൻ ഇപ്പോഴും ഓർത്തത്, ഞാൻ കുറേ ദിവസമായി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ചെടിക്കെല്ലാം വെള്ളം ഒന്ന് വയ്ക്കണം. അങ്ങനെ ഞാൻ ചെടിക്ക് വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം കിടന്നുറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ബൈ ബൈ.